നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കല്ലൂർ സ്റ്റേഡിയത്തിൽ ഇന്നലെ ഉമാ തോമസിന് സംഭവിച്ച അപകടം ഒരു സുരക്ഷാ മുൻകരുതലുമില്ലാതെ ആർക്ക് വേണമെങ്കിലും കേരളത്തിൽ എന്തു തോന്നിവാസത്തരവും കാട്ടാം എന്നതിന്റെ നേർസാക്ഷ്യമാണ് ഇന്നലത്തെ ഈ ദുരന്തം. ഉമാ തോമസ് MLA വീണ് പരിക്കേറ്റ കൊച്ചി കല്ലൂരിലെ സ്റ്റേജ് അനുമതിയില്ലാതെയാണ് നിർമ്മിച്ചത് എന്ന് GCDA പറയുന്നു. കല്ലൂർ സ്റ്റേഡിയത്തിൽ സീറ്റുകൾക്ക് മുകളിൽ കുറച്ച് ഇരുമ്പ് തൂണുകൾ താങ്ങി നിർത്തി അതിനു മുകളിൽ ഒരു പലകയിട്ട് 2 മീറ്റർ വീതിയിൽ ഒരു താൽക്കാലിക സ്റ്റേജ്, ഒരു സുരക്ഷാ കൈവരി പോലും സൈഡിൽ കെട്ടിയിട്ടില്ല. സുരക്ഷയ്ക്കെന്ന പേരിൽ ഒരു റിബൺ കെട്ടിവെച്ചിരിക്കുന്നു. സംഘാടകരായ മൃദംഗ മിഷൻ സ്റ്റേജ് നിർമ്മിക്കാൻ അനുമതി വാങ്ങിയില്ല എന്നാണ് GCDA പറയുന്നത്. കല്ലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിലെ ഗാലറിയിൽ നിന്ന് വീണ് അപകടം പറ്റിയ സംഭവത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടായി എന്ന് FIR. സ്റ്റേജ് നിർമ്മിച്ചത് മതിയായ സുരക്ഷയില്ലാതെ അശ്രദ്ധമായി. സ്റ്റേജ് കെട്ടിയവർക്കും പരിപാടിയുടെ സംഘാടകർക്കുമെതിരെ കേസെടുത്തിട്ടുണ്ട് എന്ന് പോലീസ് പറയുന്നു. BNS 125, 125B, 3-5 എന്നീ വകുപ്പുകളനുസരിച്ചാണ് കേസെടുത്തിരിക്കുന്നത്. മറ്റുള്ളവരുടെ ജീവനോ വ്യക്തിഗത സുരക്ഷയോ അപകടത്തിലാക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുന്നതിനാണ് 125 വകുപ്പ്. സ്റ്റേജിൽ വേണ്ടത്ര സ്ഥലമില്ല, ഒരു കൈവരി പോലും അവിടെ സ്ഥാപിച്ചില്ല. ഗുരുതര പരിക്കേറ്റ MLA പാലാരിവട്ടം റിനെ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ നിരീക്ഷണത്തിലാണ്. മുഖമടിച്ചു വീണ അവരുടെ നില അതീവ ഗുരുതരമെന്ന് ആദ്യ റിപ്പോർട്ടുകൾ. സ്റ്റേഡിയത്തിൽ നിന്ന് ഉമാ തോമസിനെയും എടുത്ത് നേരെ റിനെ ആശുപത്രിയിലേക്ക്. തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലെ വിദഗ്ധ സംഘം റിനെ ആശുപത്രിയിലെത്തുന്നു. ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ മറുവശത്ത് 12,000 പേരുടെ ഭരതനാട്യ മാമാങ്കം അവിടെ അരങ്ങേറുന്നു. വൃത്തികേട് അല്ലാതെ എന്തു പറയാൻ. മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെ വേദിയിലിരിക്കുമ്പോഴാണ് ഈ ദുരന്തം. വീഴ്ചയിൽ തലയ്ക്ക് പിന്നിൽ ഗുരുതര പരിക്കാണ് ഉമാ തോമസിന് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. നട്ടെല്ലിനും പരിക്കുണ്ട്. വാരിയലിലൊടിഞ്ഞ് തുളച്ചു കയറിയതിനെ തുടർന്ന് ശ്വാസകോശത്തിലെ മുറിവ്. പ്രധാന അതിഥികൾക്ക് ഇരിക്കാനും മ്യൂസിക് ബാൻഡിനുമായി 2 സ്റ്റേജുകളാണ് പരിപാടിക്കായി നിർമ്മിച്ചത്. 2.5 മീറ്റർ മാത്രം വീതിയുള്ള സ്റ്റേജിലാണ് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർക്ക് ഇരിക്കാൻ സൗകര്യം നൽകിയത്. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു നീങ്ങാൻ വെറും 2.5 ഇഞ്ച് സ്ഥലം മാത്രം. ആ 2.5 ഇഞ്ചിലൂടെ നടക്കുമ്പോഴായിരുന്നു കാൽ തെറ്റി ഉമാ തോമസ് താഴേക്ക് വീണത്. സജി ചെറിയാനെ കണ്ട് ഒന്ന് അഭിവാദ്യം പറയാൻ എഴുന്നേറ്റ് തിരിഞ്ഞു നടക്കുന്നതിനിടയിൽ ഉമാ തോമസ് താഴേക്ക് പതിച്ചു. മൃദംഗ മിഷനുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി വിവാദങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. മുഖ്യ സ്പോൺസർമാരായിരുന്ന ജോയി ആലുക്കാസും കല്യാൺ സിൽക്സും ഒക്കെ ഈ ദുരന്തത്തിന് ഉത്തരവാദികൾ തന്നെയാണ്. സാമ്പത്തിക ലാഭം മാത്രമായിരുന്നു സംഘാടകരുടെ ലക്ഷ്യം. ഒരു സുരക്ഷയും ഉറപ്പാക്കാതെ ഇവന്റ് മാനേജ്മെന്റ് കമ്പനി നടത്തിയത് കൊടും കൊള്ള. ഈ പരിപാടിയിൽ പങ്കെടുത്തത് 5,100 രൂപ നൽകിയാണ് എന്ന് നൃത്തപരിപാടിയിൽ പങ്കെടുത്ത നർത്തകിമാർ പറയുന്നു. രജിസ്ട്രേഷൻ ഫീസായി വാങ്ങിക്കൂട്ടിയത് 3,500 രൂപ. വസ്ത്രത്തിന് 1,600 രൂപ നൽകി. പട്ട് സാരി നൽകുമെന്ന് പറഞ്ഞാണ് തങ്ങളെ ഈ പ്രോഗ്രാമിലേക്ക് അവർ വിളിച്ചുകൊണ്ടുവന്നത്. എന്നാൽ തന്നത് വെറും കോട്ടൺ സാരി. 5,100 രൂപ ചിലർ നൽകിയപ്പോൾ ചിലർ 8,000 രൂപ വരെ കൊടുത്തുവെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ 12,000-ഓളം നർത്തകിമാരുടെ കയ്യിൽ നിന്ന് എത്ര കോടി രൂപ ഈ സംഘാടകർ തട്ടിയെടുത്തു? ഏകദേശം 6 കോടി രൂപയെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന പ്രാഥമിക കണക്കുകൾ. 12,000 പേരുടെ കയ്യിൽ നിന്ന് 5,000 രൂപ വെച്ചാണ് വാങ്ങുന്നതെങ്കിൽ 6 കോടി വരും. ഇനി 8,000 രൂപ വെച്ചാണ് പിരിച്ചതെങ്കിലോ അത് കോടികൾ ഏറി വരും. ഭക്ഷണം, താമസം, മേക്കപ്പ് എല്ലാം സ്വന്തം കയ്യിലെ പണം കൊണ്ടാണ് എന്ന് നർത്തകർ പറയുന്നു. ഗിന്നസ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന പ്രതീക്ഷ മാത്രമായിരുന്നു പലർക്കും. ദിവ്യ ഉണ്ണി എന്ന നടിയെ മുന്നിൽ നിർത്തിയായിരുന്നു സംഘാടകർ ഈ പരിപാടി ആസൂത്രണം ചെയ്തത്. ഒപ്പം മുഖ്യ സ്പോൺസർമാരായി ജോയി ആലുക്കാസും കല്യാൺ സിൽക്സും. ചെറുതും വലുതുമായ നിരവധി സ്പോൺസർമാരെയും അണിനിരത്തി വലിയ കോടികളുടെ കച്ചവടമാണ് അവിടെ നടന്നത്. പ്രമുഖ വസ്ത്രശാല പാർട്ട്ണറാണെന്നും അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊക്കെ സാരി ഫ്രീ ആയി ലഭിക്കുമെന്നും ഈ നർത്തകികളെ പറഞ്ഞ് ഇവർ ബോധ്യപ്പെടുത്തി. നർത്തകർക്ക് കോട്ടൺ സാരി കൈമാറിയത് പ്രമുഖ വസ്ത്രശാല പണം വാങ്ങിയാണോ എന്ന കാര്യം ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. അഥവാ ആ പ്രമുഖ വസ്ത്രശാല പണം വാങ്ങിയാണ് നർത്തകർക്ക് സാരി കൈമാറിയത് എങ്കിൽ അത് മറ്റൊരു കൊള്ള. മുൻപും റെക്കോർഡുകൾ ലക്ഷ്യമിട്ട് നിരവധി പ്രോഗ്രാമുകൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്. എന്നാൽ ഇത്രയധികം വ്യാപകമായി പിരിവെടുത്ത ഒരു പരിപാടി അടുത്ത കാലത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ല.
ഇവന്റ് മാനേജ്മെന്റിലൂടെ കോടികൾ തട്ടിയെടുക്കാനാണ് സംഘാടകർ ശ്രമിച്ചത്. കൂടുതൽ നർത്തകരെ ഈ പ്രോഗ്രാമിലേക്ക് പറഞ്ഞയക്കുന്ന അധ്യാപകർക്ക് ഗോൾഡ് കോയിൻസ് വരെ വാഗ്ദാനം ചെയ്തിരുന്നു. മൃദംഗനാദത്തിൽ പങ്കാളികളായ ഗുരുക്കന്മാരുടെ കീഴിൽ ഭരതനാട്യം അഭ്യസിച്ച 12,000 നർത്തകരാണ് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് എന്ന് സംഘാടകർ അറിയിച്ചിരുന്നു. സീരിയൽ താരങ്ങളായ ദേവി ചന്ദന, ഋതു മന്ത്ര, ഉത്തര ഉണ്ണി, ഭാരീസ് ലക്ഷ്മി തുടങ്ങിയവരും അവരുടെ ശിഷ്യരും മൃദംഗനാദത്തിൽ പങ്കാളികളായി. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ് 8 മിനിറ്റ് നീണ്ട പരിപാടിയുടെ ഗാനം രചിച്ചത്. മന്ത്രി സജി ചെറിയാൻ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു. 10,176 നർത്തകരുടെ ഭരതനാട്യം അവതരണത്തിനായിരുന്നു ഇപ്പോൾ നിലവിലുള്ള ഗിന്നസ് റെക്കോർഡ്. എന്നാൽ ഉമാ തോമസ് താഴെ വീണ് ഗുരുതരമായി പരിക്കേറ്റിട്ടും പരിപാടി ഒരു നിമിഷം പോലും തടസ്സമില്ലാതെ മുന്നോട്ടു പോയി. മന്ത്രി സജി ചെറിയാനെതിരെയും ഇപ്പോൾ രൂക്ഷ വിമർശനങ്ങൾ ഉയരുന്നു. MLAക്ക് പരിക്കേറ്റതറിഞ്ഞിട്ടും ആ വേദിയിൽ തന്നെ എന്തുകൊണ്ട് സജി ചെറിയാൻ തുടർന്നു എന്നതാണ് ശ്രദ്ധേയമായ ചോദ്യം. 12,500 സാരികളാണ് കല്യാൺ സിൽക്സ് ഈ നൃത്ത വിരുന്നിനു വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയത് എന്ന് നേരത്തെ ദിവ്യ ഉണ്ണി വ്യക്തമാക്കിയിരുന്നു. മൃദംഗനാദം 2024 വലിയ സ്വപ്നമായിരുന്നു. നമ്മൾ ഏറെക്കാലമായി കാത്തിരുന്ന നിമിഷം. ഈ ഗാനം ഇതിനുവേണ്ടി എഴുതിയതാണ്. ഞങ്ങളുടെ കോസ്റ്റ്യൂം പാർട്ണറും മെയിൻ സ്പോൺസറും കല്യാൺ സിൽക്സ് ആണെന്നും നേരത്തെ ദിവ്യ ഉണ്ണി വ്യക്തമാക്കിയിരുന്നു. പരിപാടിയുടെ ലോഗോ ഒക്കെ വെച്ചാണ് ഇത്തരത്തിൽ സാരി നിർമ്മാണം. ഞങ്ങൾക്കെല്ലാവർക്കും ഇതൊരു ഓർമ്മയാണ് എന്ന് നർത്തകരെ പറഞ്ഞു വിശ്വസിപ്പിക്കാനും സംഘാടകർക്ക് കഴിഞ്ഞു. എന്നാൽ കല്യാൺ സിൽക്സ് ഈ സാരി വിലയ്ക്കാണോ വിറ്റത് എന്ന കാര്യത്തിൽ ഇപ്പോഴും സ്ഥിരീകരണമില്ല. മറ്റ് കടകളിൽ നിന്നും വാങ്ങാൻ കഴിയില്ല. ഇതിനുവേണ്ടി പ്രത്യേകം സൃഷ്ടിച്ചെടുത്തവയാണ് എന്നൊക്കെയാണ് നേരത്തെ ഇതിന്റെ പേരിൽ വിശദീകരണങ്ങളും ഇറക്കിയത്. ചുരുക്കത്തിൽ ഒരുപക്ഷെ ദിവ്യ ഉണ്ണിക്ക് മാത്രം ഒരു സാരി ഫ്രീ ആയി ലഭിച്ചിരിക്കാം. മറ്റ് നർത്തകർക്കൊക്കെ അവരുടെ പോക്കറ്റിൽ നിന്ന് പണം നഷ്ടപ്പെട്ടു. അത് കല്യാൺ സിൽക്സിന് കിട്ടിയോ അതോ സംഘാടകർ തട്ടിയെടുത്തോ? മുഖ്യ സ്പോൺസർമാരിൽ ഒരാളായ ജോയി ആലുക്കാസും വേദിയിലുണ്ടായിരുന്നു. ഈ സ്പോൺസർമാരുടെ സാന്നിധ്യത്തിലാണ് ഇത്തരമൊരു തട്ടിപ്പ് കേരളത്തിൽ ഈ സംഘാടകർ നടത്തിയതെന്ന് നമ്മൾ തിരിച്ചറിയുക. പ്രശസ്തിക്ക് വേണ്ടി എന്തും കാട്ടിക്കൂട്ടുന്ന ചില പ്രാഞ്ചിയേട്ടന്മാരുടെ നാടാണിത്. അതുകൊണ്ട് തന്നെ മിക്ക പരിപാടികൾക്കും സ്പോൺസർമാരെ കിട്ടും. വലിയ ഗിന്നസ് റെക്കോർഡ് സ്വപ്നമൊക്കെ കാണിച്ച് ഇവന്റ് മാനേജ്മെന്റ് കമ്പനി അത് ഫലപ്രദമായി മാർക്കറ്റ് ചെയ്തു. ഉമാ തോമസ് 15 അടി ഉയരത്തിൽ നിന്ന് താഴെ വീണ് ഗുരുതരമായി പരിക്കേറ്റ് ചോര വാർന്നു കിടന്നിട്ടും സംഘാടകർക്ക് മനസ്സലിഞ്ഞില്ല. അവർ പരിപാടിയുമായി മുന്നോട്ടു പോയി. ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിൽ 11,600 പേർ ചേർന്ന് കലൂർ സ്റ്റേഡിയത്തിൽ അവതരിപ്പിച്ച ഭരതനാട്യം ലോക റെക്കോർഡിലേക്കൊക്കെ കടക്കുന്നു എന്ന് നമുക്ക് പറയാം. എന്നാൽ അതിലപ്പുറം ഒരുപാട് സുരക്ഷാ വീഴ്ചകളുടെ പണക്കുതിയുടെ മറ്റൊരു കഥ കൂടിയാണിത് എന്ന് കേരളം തിരിച്ചറിയുക. ഗിന്നസ് അധികൃതർ റെക്കോർഡ് സർട്ടിഫിക്കറ്റ് കൈമാറിയെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ. കല്യാൺ സിൽക്സിന്റെ നെയ്ത്ത് ഗ്രാമങ്ങളിൽ ഡിസൈൻ ചെയ്ത നീല നിറത്തിലുള്ള ആർട്ട് സിൽക്ക് സാരി അണിഞ്ഞാണ് നർത്തകർ നൃത്തം ചെയ്തത് എന്ന് സംഘാടകർ പറയുന്നു. ഉമാ തോമസിന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുള്ളതായി മന്ത്രി പി രാജീവ് വ്യക്തമാക്കി. സംഘാടകർക്കും സ്റ്റേജ് നിർമ്മിച്ചവർക്കുമെതിരെ പാലാരിവട്ടം പോലീസ് കേസെടുത്തു. ജീവന് ഭീഷണി ഉണ്ടാകും വിധം അപകടകരമായി സ്റ്റേജ് നിർമ്മിച്ചുവെന്നാണ് ഇവർക്കെതിരെയുള്ള FIR. പൊതുസുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിലും വലിയ വീഴ്ചയാണ് വരുത്തിയത്. ഗിന്നസ് റെക്കോർഡ് നൃത്ത പരിപാടിയിൽ ഓരോ വിദ്യാർത്ഥിയിൽ നിന്നും തങ്ങൾ പിരിച്ചത് 2,000 രൂപ വെച്ചാണ് എന്ന് സംഘാടകർ പറയുന്നു. എന്നാൽ വിദ്യാർത്ഥികൾ മറ്റു ചില തുകയാണ് ഇപ്പോൾ പുറത്തേക്ക് പറയുന്നത്. സ്റ്റേജ് നിർമ്മിക്കാൻ GCDAയുടെ പക്കൽ നിന്ന് അനുമതി വാങ്ങിയില്ല. യാതൊരുവിധ സുരക്ഷാ ക്രമീകരണങ്ങളും സംഘാടകർക്ക് പ്രശ്നമല്ല. പിന്നെ എന്തുകൊണ്ടാണ് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തത്? കേരളത്തിൽ ഒരു ഭരണകൂടമില്ലേ? ഇതൊക്കെ നിരീക്ഷിക്കാൻ ഇവിടെ യാതൊരുവിധ സുരക്ഷാ സംവിധാനങ്ങളുമില്ലേ? ഇവന്റ് മാനേജ്മെന്റ് കമ്പനികളും ചില സ്പോൺസർമാരും ചേർന്ന് എന്ത് കൊള്ളയ്ക്കുമിറങ്ങിയാൽ അതിനൊക്കെ കൂട്ടുനിൽക്കുകയാണ് നമ്മുടെ ഭരണകൂടം. ഉമാ തോമസ് MLAയുടെ ജീവൻ രക്ഷിക്കണമെന്ന് കേരളം ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത്തരമൊരു ദാരുണ സംഭവം മറ്റേതെങ്കിലുമൊക്കെ നേതാക്കൾക്കാണ് സംഭവിക്കുന്നത് എങ്കിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയിലെ ഏതെങ്കിലും ഉയർന്ന നേതാവിന്, എങ്കിൽ കാര്യങ്ങൾ തവിടുപൊടിയാക്കി അവർ എന്തൊക്കെ ചെയ്തു കൂട്ടുമായിരുന്നു. ഇതിവിടെ ഉമാ തോമസ് MLA ഭരണകൂടത്തിന്റെ കണ്ണിലെ കരടായിപ്പോയി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.